പാർട്ടിക്ക് വേണ്ടി ചോര ചീന്തിയവരും വിയർപ്പൊഴുക്കിയവരുമെന്ന് സ്വന്തം പാർട്ടിക്കാരെ പേടിച്ച് കോടതിയുടെയും പോലീസിന്റെയും സംരക്ഷണം തേടുകയാണ്. പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ അവസ്ഥ കേരളത്തിലെ ഏതൊരു സാധാരണ കമ്മ്യൂണിസ്റ്റ് സഖാവിനും വരാവുന്ന ഗതികേട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ അന്ന് TP ചന്ദ്രശേഖരൻ, ഇന്ന് വി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആയുധങ്ങൾ മാറിയിട്ടുണ്ടാകാം, പക്ഷേ വേട്ടയാടുന്ന ശൈലിക്ക് മാറ്റമേയില്ല. അഴിമതിയും ഫണ്ട് വെട്ടിപ്പും പുറത്തു കൊണ്ടുവന്ന കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ കാണിച്ച ആവേശത്തിന്റെ 10-1 അഴിമതിക്കാരെ ശിക്ഷിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് CPM ഇത്രയും വലിയ നാണക്കേടിന്റെ പാത്രമാവില്ലായിരുന്നു. ഇത് പിണറായി കാലത്തെ പുതിയ കമ്മ്യൂണിസമാണ്. ഇവിടെ തെറ്റ് ചെയ്യുന്നവർ വിശ്വസ്തനാകുന്നു, അത് ചോദ്യം ചെയ്യുന്നവൻ വർഗശത്രുവാകുന്നു. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷും സരിൻ ശശിക്കുമെല്ലാം മധുസൂദനോടുള്ള ഭയവും അമർഷവും കുഞ്ഞികൃഷ്ണൻ വിളിച്ചു പറയുമ്പോൾ AKG സെന്ററിലെ നേതാക്കൾ മൗനം പാലിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. തന്റെ വീടിന് മുന്നിൽ CPMകാർ പ്രകടനം നടത്തിയപ്പോൾ കുഞ്ഞികൃഷ്ണൻ തിരിച്ചറിഞ്ഞത് ഒന്നു മാത്രമാണ്: ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് ഈ പാർട്ടിയുടെ രക്തത്തിൽ ഉള്ളതാണ് എന്ന്. കണ്ണൂരിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലം അറിയുന്ന ഏതൊരാളും കുഞ്ഞികൃഷ്ണന്റെ ഭയത്തെ ശരിവെക്കും. ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നടത്തുന്ന ഈ സൈബർ തെരുവ് ആക്രമണങ്ങൾ നാളെ മറ്റൊരു അനിഷ്ട സംഭവത്തിലേക്ക് നീങ്ങില്ല എന്ന് ആർക്ക് ഉറപ്പ് നൽകാനാകും? ആ ഉറപ്പ് പാർട്ടിയിൽ നിന്നും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിക്ക് മുന്നിൽ അഭയം തേടിയിരിക്കുന്നത്. കൂടാതെ CPMന് ജീർണതയുടെ കുറ്റപത്രം എന്നോണം മാറുകയാണ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. പയ്യന്നൂർ MLA ആയ TA മധുസൂദനെതിരെ രൂക്ഷ വിമർശനമാണ് കുഞ്ഞികൃഷ്ണൻ രചിച്ച പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന അധ്യായത്തിലായിരുന്നു വിമർശനം ശക്തമായത്. പയ്യന്നൂരിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് 2007 മുതൽ മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയതു മുതലാണെന്നും താനാണ് പയ്യന്നൂരിലെ നേതൃത്വം എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മധുസൂദനൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നും പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. പാർട്ടിയിൽ ചെറു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകുന്നത് താനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവാണ് മധുസൂദനൻ എന്ന് അടിവരയിടുകയായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ഈ പുസ്തകം. തനിക്ക് മേലെ ആരും വളരരുത് എന്നായിരുന്നു ചിന്ത എന്നതടക്കം അതിരൂക്ഷ വിമർശനമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തി കാണിച്ചിട്ടുള്ളത്. വിഭാഗീയത തുടങ്ങിയത് അവിടെ നിന്നാണെന്നും എല്ലായ്പ്പോഴും നേതൃത്വം മധുസൂദനനെ രക്ഷിച്ചുകൊണ്ടെന്നും പുസ്തകത്തിൽ വിമർശിക്കുന്നുണ്ട്. TA മധുസൂദനൻ സെക്രട്ടറിയായിട്ട് വരുന്നതിന് മുൻപ് ആദ്യകാലത്ത് പ്രത്യേകിച്ച് സഖാവ് T ഗോവിന്ദേട്ടന്റെ മരണം വരെ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും പയ്യന്നൂരിലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നും പയ്യന്നൂരിലെ നേതൃത്വം താനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം മധുസൂദനൻ നടത്തുകയുണ്ടായെന്നുമാണ് ഈ പുസ്തകം നമ്മളോട് പറഞ്ഞത്. അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്താൻ ആസൂത്രരെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായി ചെറു ചെറു ഗ്രൂപ്പുകൾ പലയിടത്തും ഉണ്ടാക്കി സഹകരണ സ്ഥാപനങ്ങളിലും മറ്റും തൊഴിലുകൾ നൽകുമ്പോൾ ഇത് താൻ നൽകിയതാണ് എന്നുമല്ലാതെ പാർട്ടിയല്ല എന്ന ബോധം വളർത്താൻ ആശ്രിതരെ ഉപയോഗിച്ച ശ്രമങ്ങൾ നടന്നുവെന്നും കുഞ്ഞികൃഷ്ണൻ വെളിപ്പെടുത്തുകയാണ്. ഇത്തരം രീതികളെ പാർട്ടിക്കകത്ത് പലപ്പോഴും ചോദ്യം ചെയ്തുവെങ്കിലും കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പറയുന്നത് സഖാക്കൾ C കൃഷ്ണൻ, V നാരായണൻ എന്നീ പയ്യന്നൂരിലെ നേതൃത്വത്തെ അംഗീകരിക്കാൻ TA മധുസൂദനൻ പലപ്പോഴും തയ്യാറായിരുന്നില്ല എന്നുകൂടിയാണ്. പയ്യന്നൂരിലെ പാർട്ടി തന്റെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഉണ്ടായത്. ഇത് ഒരു ഭാഗത്ത് ആശ്രിതരെയും മറുഭാഗത്ത് അസംതൃപ്തരെയും സൃഷ്ടിക്കാൻ ഇടയാക്കിയെന്നുകൂടി പറയുന്നുണ്ട്. ഇന്നത്തെ വിഭാഗീയതയുടെ യഥാർത്ഥ തുടക്കം ഇങ്ങനെയായിരുന്നു എന്ന്. ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവിന്റെ ശൈലിയാണ് അയാൾ സ്വീകരിച്ചത് എന്നും പുസ്തകത്തിലൂടെ വിമർശിച്ചു. നേതൃത്വം എല്ലാ കാലത്തും അയാളെ സംരക്ഷിക്കുകയായിരുന്നു. തനിക്ക് മേലെ ആരെയും വളരാൻ അനുവദിക്കില്ല എന്ന മധുസൂദന്റെ വാശിയാണ് ആ പാർട്ടിയെ ഇന്ന് അധപതനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി P സന്തോഷും TA മധുസൂദനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നും പുറമെ നല്ല ബന്ധമാണെന്ന് തോന്നാമെങ്കിലും അടുത്തറിയാവുന്നവർക്കെല്ലാം കാര്യങ്ങൾ നല്ല ബോധ്യമുണ്ടെന്ന് കൂടി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പറയുന്നു. DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശിയോടും ഉള്ള മധുസൂദന്റെ മനോഭാവം ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. നേതൃത്വം ഇവരുമായി സംസാരിച്ച് നോക്കുമെന്നും അപ്പോഴറിയാമെന്നും വി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിലൂടെ പറയുകയാണ്. പഴയകാല സഖാക്കൾ കാത്തു സൂക്ഷിച്ച അച്ചടക്കം മധുസൂദനൻ എന്ന വ്യക്തിയുടെ അഹന്തയ്ക്ക് മുന്നിൽ വഴിമാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തനിക്ക് മുകളിൽ ആരും വളരരുത് എന്ന വാശിയിൽ പടുത്തുയർത്തിയ ആ സാമ്രാജ്യത്തിന് പാർട്ടി നേതൃത്വം ഇന്നും കുടപിടിച്ചു കൊടുത്തു. അതാണ് ധനരാജിന്റെ ഫണ്ട് വെട്ടിപ്പിലൂടെ വെളിപ്പെടുത്തിയിട്ടും CPM അയാളെ ചേർത്ത് പിടിക്കാനുള്ള പ്രധാന കാരണം. അധികാരത്തിനും പണത്തിനും വേണ്ടി പ്രസ്ഥാനത്തെ വിട്ടുകൊടുത്തവർ ഇന്ന് കുഞ്ഞികൃഷ്ണനെ വേട്ടയാടുകയാണ്. പക്ഷേ ഒന്നുണ്ട്, കോടതികൾക്കും പോലീസും സംരക്ഷണം നൽകാൻ കഴിഞ്ഞേക്കും. പക്ഷേ സ്വന്തം അണികളുടെ മനസ്സിൽ രൂപപ്പെട്ട ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ CPMന് ഒരു കാലത്തും കഴിയില്ല.